വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലേവേഴ്സ്. ഇന്നൊരു ചൈനീസ് ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹണി ഡ്രാഗൺ ബീഫ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ ബീഫ് എടുത്തിരിക്കുന്നത് സ്ലൈസ് ചെയ്തെടുക്കുന്നത് നീളത്തിലുള്ള പീസസ് ആയിട്ടാണ്. ഇത് ഫുൾ ബീഫിൻ്റെ ഒരു കഷ്ണം നമുക്ക് ബോയിൽ ചെയ്തിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തും എടുക്കാം. ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് വേവിക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വിനീഗർ ഇത്രയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വേവിച്ചെടുക്കണം. കുക്കറിൽ ഒരു 3/4 ഭാഗം വെന്താൽ മതി, വേവിച്ചെടുക്കാം. ഇതിനി വെന്തതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ. പിന്നെ ബീഫ് വെന്തത് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സ്റ്റോക്കാണിത്. ബീഫ് വെന്ത സ്റ്റോക്ക് അതും ആവശ്യമുണ്ട്. നമ്മളിനിയിപ്പം ബീഫിലേക്ക് കശ്മീരി ചില്ലിയാണ് 1 ടീസ്പൂൺ ആഡ് ചെയ്തത്. ഇനി വേണ്ടത് കുരുമുളക് 1/2 ടീസ്പൂൺ പൊടി, പെപ്പർ പൗഡർ ചേർത്തു. ഇനി ഇതിലേക്ക് സോയാ സോസ് 1 ടീസ്പൂൺ ചേർക്കാം. ഇനി വേണ്ടത് കോൺഫ്ലോർ ആണ്. നന്നായിട്ട് കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു കോട്ടിങ് കിട്ടണം. വെള്ളം ആഡ് ചെയ്യേണ്ടതില്ല. ഇപ്പം അതിലുള്ള വാട്ടർ കണ്ടൻറ്റിൽ നമുക്കിത് മിക്സ് ചെയ്യാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റോക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ആദ്യം ചേർത്തത് കൊണ്ട് ആവശ്യത്തിന് ഉണ്ടാവും. സോയാ സോസിലും ഉപ്പുണ്ട്, അപ്പോൾ ഇനി അധികം ഉപ്പ് ചേർക്കേണ്ടതില്ല. ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് വയ്ക്കുക. അതിനുശേഷം ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. അതിലേക്ക് ഓരോ പീസസ് ആയിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചിടരുത്, ഇട്ട് കഴിഞ്ഞാൽ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ 1 by 1 ആയിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ ഫ്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ചെറിയ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. ബീഫൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. തിരിച്ചും മറിച്ചുമിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിപ്പോൾ എടുക്കാം. എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഈ ഒരു പാകത്തിൽ ഇതെടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയുള്ള സാധനങ്ങൾ: ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ, ക്രഷ്ഡ് ചില്ലി 1 ടീസ്പൂൺ, വെളുത്ത എള്ള് 1 ടീസ്പൂൺ, പെപ്പർ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ.
ഓണിയൻസ് കട്ട് ചെയ്തത്, ക്യാരറ്റ്സ് കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് സോസുകളാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ്, ഹണിയാണ്. ഹണി 1 ടീസ്പൂൺ ചേർക്കണം. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തിട്ട് ഇടാം. പേസ്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ കിട്ടും. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഓണിയൻസ് കട്ട് ചെയ്തത് നീളത്തിൽ അരിഞ്ഞതാണ്. സവാള നീളത്തിൽ അരിഞ്ഞത്, ക്യാരറ്റും നീളത്തിൽ അരിഞ്ഞതാണ്. ഇതൊന്നിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റും കൂടി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുക. പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുക. ഇതൊന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ചില്ലി സോസ് 1 ടീസ്പൂൺ ചേർത്തു. സോയാ സോസ് 1/2 ടീസ്പൂൺ. ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് സ്റ്റോക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. ബീഫ് വെന്ത വെള്ളമാണ്. ബീഫ് നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ അതിൽ വരുന്ന വെള്ളമാണ് ഈ ബീഫ് സ്റ്റോക്ക്. അതും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി വെള്ളമൊക്കെ ഒന്നുകൂടെ വറ്റി ഡ്രൈ ആവണം. ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് ഹണി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഹണിയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ.
ഇനി നമുക്കിതിലേക്ക് ഗാർണിഷിങ്ങിനായിട്ട് വൈറ്റ് സീസം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെളുത്ത എള്ളാണ്, ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഹണി ഡ്രാഗൺ ബീഫ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.